എനിക്കോ ഇത് സംഘടിപ്പിച്ച ഇതിന്റെ പ്രവർത്തകന്മാർക്കോ എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഈ പ്രദേശത്ത് ഇവിടെ വരുന്നത്. ഇനി ഞാൻ ഇവിടെ നിന്ന് പോയാൽ നിങ്ങളുമായി കണ്ടുകൊള്ളണമെന്നോ അറിഞ്ഞുകൊള്ളണമെന്നോ ഇല്ല. എന്നാൽ അള്ളാഹുവിന് പുറമെ നിങ്ങൾ നിർവഹിക്കുന്ന നേർച്ച അവർക്കുള്ള ഇബാദത്തായതുകൊണ്ട് അത് ശിർക്കായി തീരുമെന്ന് ഞാൻ പറയുകയും നിങ്ങൾ അത് അനുസരിക്കുകയും ചെയ്താൽ എനിക്ക് യാതൊരു ഗുണമില്ലെങ്കിലും സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾക്ക് ഗുണമുണ്ട്. കാരണം ഇബാദത്തിന് അർഹൻ അള്ളാഹു മാത്രമായതുകൊണ്ട് നേർച്ചക്കർഹൻ അള്ളാഹു മാത്രമാണ്. നേർച്ചയെ വിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ ഹദീസിലും അള്ളാഹുവിലേക്ക് ചേർത്തിയിട്ടല്ലാതെ ഒരു വ്യക്തിയിലേക്ക് ചേർത്തി പറഞ്ഞിട്ടില്ല. മുമ്പ് കാലങ്ങളിലൊക്കെ മുഴുവൻ മുസ്ലിം വീടുകളിലും നേർച്ച ഒരു മൃഗമെങ്കിലും അള്ളാഹു അല്ലാത്തവരുടെ പേരിലേക്ക് ഒഴിഞ്ഞുവിടുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എല്ലാരെ കോഴിയും കൂകിയാടയുമേ മുഹയ്യിദ്ദീൻ കോഴി ഖിയാമത്തോളം കൂകും. മൊയ്തീമാലയിൽ പറഞ്ഞല്ലേ, മൊയ്തീൻ ശേഖന് ഒരു കോഴി അന്ത്യനാൾ വരെ ഓരോ വീട്ടിലും ഉണ്ടാവുന്ന. എന്നപ്പോ എത്ര വീട്ടിലുണ്ട്? വെറുതെ ബടായി പറഞ്ഞതാണ് മാലക്കാരെന്ന്. അപ്പൊ അതങ്ങനെ ഉണ്ടാവില്ല. എങ്ങനെ ഇല്ലാതെ പോയത്? നിരന്തരമായി തൗഹീദ് പറഞ്ഞിട്ട് സാധാരണക്കാർക്ക് ബോധ്യപ്പെട്ടിട്ടാ, നമ്മുടെ ഉസ്താദുമാർക്ക് ബോധ്യപ്പെട്ടിട്ടല്ല. അവരിതിനൊരിക്കലും സമ്മതിക്കുന്നില്ല. എന്താണ് കാരണമെന്ന് നിങ്ങൾ അവരോട് ചോദിക്കുക, നമ്മളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഉസ്താദുമാരെ, നേർച്ച ഇബാദത്താണെന്ന് കിതാബിലില്ലേ? ഇബാദത്തുൻ അർഹൻ അല്ലാഹു അല്ലേ? പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അത് തെറ്റാണെന്ന് പറയുന്നില്ല? അത് അവരും റബ്ബുമായിട്ട് ബന്ധപ്പെടേണ്ട കാര്യമാണ്, ബന്ധപ്പെടുത്തേണ്ട കാര്യമാണ്. ഞാൻ പറയുന്നു, അല്ലാഹു അല്ലാത്തവരുള്ള പേരിലുള്ള നേർച്ച അവർക്കുള്ള ഇബാദത്താണ്. ഇന്ന് നാട്ടില് അധിക വരുമാനം നേർച്ചയിലൂടെയാണ്, അള്ളാഹു അല്ലാത്തവരുടെ പേരിലുള്ള നേർച്ചയിലൂടെയാണ്. പുത്തമ്പള്ളി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 28 ദിവസത്തിനാണ് ലേലം വിളി. 29ാമത്തെ ദിവസം വെള്ളിയാഴ്ച അത് വേറെ, അവിടെ മുതൽ 28 ദിവസം വേറെ ആളാണ്. എത്ര ലക്ഷത്തിനാണ് ലേലം വിളിക്കുന്നത്? എന്താ ലേലം വിളി? അവിടെ വരുന്ന സംഖ്യ ഒന്നിച്ച് ഈ ലേലം വിളിക്കുന്നവരെടുക്കുക. എന്നിട്ട് എത്ര ഉറുപ്പ്യക്കാണ് വിളിച്ചത് അത് ജാറ കമ്മിറ്റിക്ക് കൊടുക്കുക, ബാക്കി അവരെടുക്കുക. ഈ പുത്തമ്പള്ളിയുടെ പരിസരവുമായി ബന്ധപ്പെട്ട അതിന്റെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും കോടീശ്വരന്മാരാകാത്തതുണ്ടോ? ഒന്ന് ചെന്ന് പരിശോധിച്ചിട്ട് വന്നിട്ട് മറുപടി പറയും. അതിനവിടെ തർക്കല്ലേ, മത്സരങ്ങളില്ലേ? തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുഴുവൻ പോലീസുകാർ വരുന്നില്ലേ? എന്തിനാ ഈ മഹാനവറുകൾ മറമാടപ്പെട്ട സ്ഥലത്ത് പോലീസിനെ കൊണ്ടുവരുന്നത്? സകലമാന പ്രശ്നങ്ങളുടെയും പരിഹാരത്തിന് വേണ്ടി ആ മഹാന്റെ അവിടേക്ക് പോകുമ്പോ പിന്നെ എന്തിനാ അവിടെ പോലീസുകാർ വരുന്നത്? ആലോചിക്കേണ്ട കാര്യമാണ് സഹോദരങ്ങളെ. തെറ്റായ മാർഗത്തിലൂടെയുള്ള പൈസയാണ്. അള്ളാഹുവിനാണ് നേർച്ച നേരേണ്ടത്, പുണ്യം കിട്ടുന്നതിന്. നേർച്ചയുടെ ലക്ഷ്യം പരലോകമോക്ഷമാണ്. യൂഫൂന ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. അവർ നിർവഹിച്ചിട്ടുള്ള നേർന്നിട്ടുള്ള നേർച്ചകൾ അവർ കൃത്യമായിട്ട് നിർവഹിക്കുന്നവരാണ്. ആ നേർച്ചയിലൂടെ അവർ ആഗ്രഹിക്കുന്നത് യൂഫൂന ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. വ്യാപകമായ അപകടങ്ങൾ പതിയിരിക്കുന്ന അതികഠിന കഠോരമായ ദിവസത്തിന്റെ ശിക്ഷയെ പറ്റിയുള്ള ഭയപ്പാടാണ് നേർച്ച നേരാനും അത് നിറവേറ്റാനും ഹേതുവായിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് നേർച്ചയുടെ ലക്ഷ്യങ്ങൾ ഭൗതികമാക്കരുതേ എന്ന് ഞാൻ എൻ്റെ സഹോദരന്മാരുടെ പ്രത്യേകം ഉണർത്തുകയാണ്. നമ്മുടെ രോഗം മാറാനും നമുക്ക് അപകടങ്ങൾ വരാതിരിക്കാനും വാഹനത്തിന് പ്രശ്നങ്ങളില്ലാതിരിക്കാനും ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യരുത്. അത് ആ അന്ത്യനാളിന്റെ അടയാളമാണ് എന്ന് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമസ്കാരം ഭൗതിക കാര്യത്തിന് വേണ്ടി, നോമ്പ് ഭൗതിക കാര്യത്തിന് വേണ്ടി. ഈ തെക്കോട്ടൊക്കെ പ്രസംഗിക്കാൻ പോയാൽ ഈ ഏത് മനുഷ്യന്മാരാണെങ്കിലും വലിയ സ്നേഹം ആദരവൊക്കെയാണ്. അവസാനം പറയല, എന്നാലും ആ രൂപം അതാണ്ട് പറ്റിയില്ല. അപ്പൊ രൂപത്തിലായിരുന്നു ആളുകൾ നോക്കുന്നത്, മർമ്മത്തിലല്ല, ഇസ്മില, പേരില, മുസമ്മ, ആശയത്തിലല്ല നോക്കുന്നത്. ആശയാണ് പ്രധാനം, ആശയമാണ് പ്രധാനം, ആദർശമാണ് പ്രധാനം, ഈമാനാണ് പ്രധാനം. അല്ലാഹു ലാ യൻദുറുല്ലാഹു ഇലാ അജ്സാമിക്കും, നിങ്ങളുടെ രൂപത്തിലേക്കല്ല. വലായില സുവരിക്കും, ഹാവഭാവ വസ്ത്രവിധാനം അതിലേക്കല്ല നോക്കുന്നത്. വലാകി യൻദുറു ഇലാ ഖുലൂബിക്കും, ഹൃദയത്തിലേക്കാണ്. ഈമാൻ അവിടെയാണ്, തഖ്വ അവിടെയാണ്. ഇപ്പൊ എനിക്കൊരു 16 മീറ്റർ ഓയിലും കൊണ്ട് വാങ്ങാമല്ലോ, അള്ളാഹു അനുഗ്രഹിച്ച് അതിന്റെ പൈസ എവിടെന്നെങ്കിലും ഉണ്ടാക്കാം. അതുകൊണ്ട് ഈമാൻ വർദ്ധിക്കുമെങ്കിൽ തീർച്ചയായും ഞാൻ തലയെ കിട്ടും അത് വാങ്ങിയിട്ട്. അതുകൊണ്ട് ഈമാൻ വർദ്ധിക്കില്ല. അത് ഈമാനിന്റെ അടയാളമായിട്ട് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. അത് പ്രവാചകന്റെ ആദിയായ ഒരു സുന്നത്താണ്. വേണമെങ്കിലും ഉപയോഗിക്കാം, വേണ്ടെങ്കിലും ഉപയോഗിക്കണ്ട. കാരണം പ്രവാചകന്റെ എതിരാളികളായ ആളുകൾ നല്ല തലയെക്കെട്ടായിരുന്നു. അള്ളാഹിന്റെ റസൂലിനേക്കാൾ മനോഹരമായ തലയെക്കെട്ടായിരുന്നു അബൂ സുഫിയാന്റെ. അത് കാരണം റസൂലിന് കിട്ടുന്നേക്കാൾ നല്ല നിറവും നല്ല വിലയുമുള്ള മുണ്ടാണ് അബൂ സുഫിയാന് കിട്ടിയത്. അതാ നാട്ടിന്റെ സംസ്കാരമാണ്. അത് നമുക്ക് സുന്നത്തായി മാറണമെങ്കിൽ റസൂലുള്ളാഹി പറയണം. അങ്ങനെ സ്വഹീഹായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളത് സ്വീകരിക്കും. ഇനി ഒരാൾ അത് സ്വീകരിച്ചില്ലെങ്കിൽ തന്നെ ഒരു സുന്നത്ത് ഒഴിവായി എന്നേ ഉള്ളൂ. എന്നാലും മർമ്മം അവിടെയല്ല. മർമ്മം നമ്മുടെ വിശ്വാസവും ആദർശവുമായിട്ട് ബന്ധപ്പെട്ട. അപ്പൊ ഞാൻ പറയുന്നത്, ചില ആൾക്കാർ നമ്മുടെ രൂപം ഭാവമൊക്കെ നോക്കാം. പിന്നെ സാധാരണ മനുഷ്യന്മാർ സംസാരിക്കും പോലെയാണ് പോലെ സംസാരിക്കുന്നത്. അതായത് വഴലിന്റെ രീതിയില്ല. ചില സ്ഥലത്ത് അതാണ്.
അപ്പൊ അങ്ങനെ അതിങ്ങനെ നീട്ടി ഒക്കെ വലിച്ചൊക്കെ പറയണം എന്നുള്ള ഒരു രീതിയാണ്. അങ്ങനെയൊന്നുമില്ല, കാര്യം പറഞ്ഞാൽ മതി. മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ബഅളിന് വേണ്ടി അള്ളാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി കൃത്രിമ ശൈലി ഉപയോഗിക്കുന്നവൻ അവനെ കരുതിയിരിക്കണം എന്നാണ്. സ്വാർത്ഥത ഉണ്ടാവുന്നതാണ്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി കൃത്രിമ ശൈലി വേണ്ട, ജനങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ. പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ചൊരു വയൽ രീതി വരുന്നത് കുറച്ചു കാലം ഞാൻ ഈ പള്ളി ദർസിലാണ് പഠിച്ചു. പള്ളി ദർസിൽ പഠിക്കാനുള്ള കാരണം തന്നെ വയൽ അറിയാൻ പൂതിയായിട്ടാണ്. ചെറുപ്പത്തിൽ മൊയ്ലിയന്മാരിങ്ങനെ വയൽ അറിയുമ്പോൾ സാധാരണ എങ്ങനെ നാട്ടിലൊക്കെ പെണ്ണുങ്ങൾ പറയും പോലെ ആ വായൽ ഇങ്ങനെ കടന്നിരിക്കാൻ തോന്നുന്നു. അത്ര ഭക്തി സാന്ദ്രമായിരുന്നു പണ്ടത്തെ വയലേ. ഇന്നത്തെ വയലിനൊക്കെ രീതിയിലൊക്കെ മാറ്റം വന്നു സഹോദരങ്ങളെ, നമ്മുടെ പണ്ഡിതന്മാർ മാറ്റം വരുത്തി. അങ്ങനെ വയൽ കേട്ടിട്ട് വയൽ പറയണം എനിക്ക് അതിന് പൂതിയാകുന്നു എന്ന് പറഞ്ഞിട്ട് പള്ളി ദർസിൽ പോയ ആളാണ് ഞാൻ. അതുകൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ ഒരു വയലിന്റെ രീതിയിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ആ രീതിയിൽ സ്വീകരിക്കേണ്ട. ആശയത്തിനാണ് പ്രാധാന്യം, അതിന്റെ ബാഹ്യമായ ചടങ്ങുകൾക്കല്ല. അതുകൊണ്ട് റബ്ബിലേക്ക് വരുവീൻ, സ്വന്തമായിട്ട് ആലോചിച്ചാൽ മതി. ഇന്ന് രാത്രി കിടന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലാണോ അവന്റെ സൃഷ്ടികളായ ആരാകട്ടെ അവരോട് പ്രാർത്ഥിക്കലാണോ ഏറ്റവും നല്ലത് എന്ന് ഫസ്തഫ്തി ഖൽബക, നിന്റെ ഹൃദയത്തോട് തന്നെ ചോദിക്കും. ഫഇന്നഹു യഫ്തിക, നിന്റെ ഹൃദയം മറുപടി നൽകും. ഏറ്റവും നല്ലത് അള്ളാഹുവാണ്. റബ്ബേ ഒറ്റ വിളി. ഫയസ്മഉ വയുജീബ്, അല്ലാഹു കേൾക്കും, ഉത്തരം ചെയ്യും. ഫയഖൂൽ, അല്ലാഹു തആല പറയും ലബ്ബൈക യാ അബ്ദി, അല്ലയോ അടിമ, നിന്റെ വിളിക്ക് ഞാൻ ഇതാ ഉത്തരം ചെയ്തിരിക്കുന്നു. പാതിരയാണല്ലേ, അടുത്താരുമില്ലല്ലേ, സഹായിക്കാൻ ആരുമില്ലല്ലേ, ഞാനുണ്ട്. ഞാനാ നിന്നെ സൃഷ്ടിച്ചത്, ഞാനാ നിന്നെ സംരക്ഷിക്കുന്നത്, ഞാനാ നിന്നെ പരിപാലിക്കുന്നത്, ഞാൻ നിന്റെ സമീപത്തുണ്ട്, ഞാൻ നിന്റെ ജീവധമനിയേക്കാൾ നിന്റെ അടുത്താണ്. ഞാൻ നിന്നോട് അങ്ങേയറ്റത്ത് അലിവും ആർദ്രതയും വാത്സല്യവും സ്നേഹവുമുള്ളവനാണ്. നിന്നെ ഒരു ഉറുമ്പ് പോലും കടിക്കരുത്, ഒരു മുള്ളുപോലും കുത്തരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. നീ നരകത്തിൽ പോകാതിരിക്കാനാണ് ഈ സംവിധാനങ്ങളെല്ലാം ഞാൻ ഏർപ്പെടുത്തിയത്. അതുകൊണ്ട് നിന്നോട് അങ്ങേയറ്റ അളവും സ്നേഹവും കാരുണ്യവുമുള്ള, നിന്നെ ഏറ്റവും കൂടുതൽ അറിയുന്ന, നിന്റെ നീക്കുപോക്കുകൾ അറിയുന്ന, വിചാര വികാരങ്ങൾ അറിയുന്ന, സുഖദുഃഖങ്ങൾ അറിയുന്ന, സ്വകാര്യ ദുഃഖങ്ങൾ അറിയുന്ന, ഹൃദയത്തിന്റെ വ്യഥയും വേദനയും അറിയുന്ന എന്നോട് പറഞ്ഞോ, നിന്റെ പ്രശ്നം ഞാൻ പരിഹരിക്കാം എന്ന് യജമാനനായ റബ്ബ് വാഗ്ദാനം ചെയ്യുമ്പോൾ അത് പോരെ. ഞാൻ അവസാനിപ്പിക്കാണ്. ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിന്റെ വാതിൽ മുട്ടണം മടിക്കണ്ട, തുറക്കും ക്ഷണം അത് സോദരാ വിധിയുള്ളതാ, ഖുർആനിലായി നമ്മോട് പ്രഖ്യാപിച്ചതാ, അൽ ബഖറയിൽ നീ നോക്കിയാൽ കാണുന്നതാ, സൂറത്ത് മുഅ്മിനിലും പരസ്യം ചെയ്തതാ, കൂമ്പാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാ പിന്നെയും, ആരും എനിക്കില്ലല്ലോ നീ അല്ലാതെ എന്നും പറഞ്ഞ് നീ തേടണം വല്ലാതെ. ഇത് പാടിയത് ഒരു സുന്നി മുസ്ലിയാരാണ്. ഞാൻ ഇന്നലെ സബീന കിതാബ് ഇങ്ങനെ എടുത്ത് വായിച്ചു. അപ്പൊ അതിലൊരു വരി ബൈത്ത്, ആ ബൈത്ത് എന്താ അറിയാം? ഇലൈക യാ, 8 വരിയുണ്ട്, 2 വരിയെ ഞാൻ കാണാതെ പഠിച്ചിട്ടുള്ളൂ ഇന്നലെ. ഇലൈക യാ റബ്ബി ഖദ് വജ്ജഹ്തു ഹജാതി വജിതു ബാബക യാ റബ്ബി ബിറഗ്ബാതി, അന്തൽ അലീമു ബിമാ യജ്രിൽ ലമീറു ബിഹി യാ ആലിമൽ ഗൈബി അല്ലാമൽ ഖഫിയാതി, ഫഖദിൽ ഹവായിജ ലി റബ്ബി വലസ്തു അറാ സിവാക യാ റബ്ബി മൻ ഖാദിൽ ലി ഹജാതി. 3 വരി ഇന്നലെ പഠിച്ചു. 5 വരിയും കൂടി ഉണ്ട്. നല്ല ആശയ, മുഴുവൻ പഠിക്കാൻ തോന്നി. സബീന കിതാബിൽ വന്നു എന്നുള്ളൂ. ആശയം വളരെ വളരെ രസമാണ്. കാരണം സബീന കിതാബിൽ അള്ളാന്റെ ആയത്തുണ്ടല്ലോ, കൂട്ടത്തിൽ ഇത് വന്നതാ. ഇലൈക, നിന്നിലേക്ക്, യാ റബ്ബി, എന്റെ രക്ഷിതാവേ, ഖദ് വജ്ജഹ്തു, ഞാനിതാ തിരിച്ചിരിക്കുന്നു, ഹാജാത്തി, എല്ലാവർക്കും അറിയാം ഹാജത്ത്, ആവശ്യങ്ങൾ, വജിതു ബാബക യാ റബ്ബി ബിറഗ്ബാതി, വജിതു, ഞാനിതാ വന്നിരിക്കുന്നു, ബാബക്ക, നിന്റെ അനുഗ്രഹത്തിന്റെ കവാടത്തിങ്കൽ, നിന്റെ ഗേറ്റിങ്കൽ, യാ റബ്ബി, എന്റെ റബ്ബേ, ബിറഗ്ബാതി, എന്റെ ആഗ്രഹങ്ങളുമായി നിന്റെ അടുക്കൽ ഇതാ വന്നിരിക്കുന്നു, അന്തൽ അലീമു ബിമാ യജ്രിൽ ലമീറു ബിഹി, ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിന്റെ മുമ്പിലേക്ക് ഞാൻ ഉയർത്തുമ്പോൾ എന്റെ മനസ്സിന്റെ വിചാരങ്ങളും വികാരങ്ങളും വേദനയും വ്യഥയും ആഴവും നിനക്കറിയാം. അന്തൽ അലീമു ബിമാ യജ്രിൽ ലമീറു ബിഹി യാ ആലിമൽ ഗൈബി അല്ലാമൽ ഖഫിയാതി, എല്ലാ അദൃശ്യ കാര്യങ്ങളും എല്ലാ നിസ്സാരവും മറഞ്ഞവും ഗോപ്യവുമായ കാര്യങ്ങളും അറിയുന്ന റബ്ബേ, നിനക്കറിയാമല്ലോ എന്റെ ഹൃദയത്തിന്റെ വേദനയും